നന്ദു നന്ദു ഒറ്റയ്ക്കിപ്പം മടങ്ങണ്ട. അങ്ങനെയാണെങ്കിൽ ഞാനും കൂടി വരാം. സാറിപ്പോ നാട്ടിൽ പോകുന്നത് അബദ്ധമാവുമെന്നാണ് എന്റെ അഭിപ്രായം. ഇവിടെ നിങ്ങൾക്ക് ആരെയും പേടിക്കാതെ കഴിയാലോ. എസ്തപ്പൻ ചേട്ടാ പറയുന്ന നേരെ. എനിക്കും ദേവിക്കും ഇത്രയും സുരക്ഷിതമായൊരു താവളം മറ്റൊരിടത്തും കിട്ടില്ല. പക്ഷേ അവിടെ കേസന്വേഷണം ഏത് രീതിയിലാ, അവിടുത്തെ അവസ്ഥ എന്താണ്, അതൊക്കെ ഒന്ന് കൃത്യമായിട്ട് അറിഞ്ഞേ പറ്റൂ. എല്ലാം അറിയാൻ അങ്ങോട്ട് പോവുക തന്നെ വേണം. അതും ഞാൻ ഒറ്റയ്ക്ക് തന്നെ പോണം. ദേവി യാതൊരു കാരണവശാലും പുറത്തിറങ്ങാൻ പാടില്ല. ശരി, നന്ദു പോന്നൂന്നിരിക്കട്ടെ. പോലീസ് നന്ദുവിനെ സംശയിച്ച് കസ്റ്റഡിയിലെടുത്താലോ? ഏയ്, അങ്ങനെയൊന്നും സംഭവിക്കില്ല. ഇനി അഥവാ അങ്ങനെ നടന്നാലും ഇങ്ങോട്ടുള്ള അന്വേഷണത്തിൽ നിന്ന് ശ്രദ്ധ മാറ്റാലോ. പോലീസ് തലങ്ങും വിലങ്ങും അന്വേഷിക്കുക. ആ അന്വേഷണം ഏത് രീതിയിൽ എങ്ങോട്ടൊക്കെ എത്തിയെന്നറിയാൻ ഞാനവിടെ ചെല്ലേണ്ടതായിട്ടുണ്ട്. സാറപ്പോ പോകാൻ തന്നെ തീരുമാനിച്ചു അല്ലേ? പോണം എസ്തപ്പൻ ചേട്ടാ. എസ്തപ്പൻ ചേട്ടൻ അന്ന് എന്നോട് പറഞ്ഞില്ലേ, മീരയുടെ കൊലപാതകത്തിൽ മറ്റാരും ഉൾപ്പെട്ടിട്ടുണ്ടെന്ന്? അത് ഉറപ്പായിട്ടും ഉണ്ടാവും സാറേ. അതാരാണെന്നൊക്കെ ഒന്ന് അറിയാൻ ശ്രമിക്കാനും അവിടുത്തെ അന്തരീക്ഷം ഒന്ന് അറിയാനും ഒക്കെ ഞാനവിടെ പോണം. ദേവിയുടെ ഒന്നോട്ടെ, ഞാൻ പോയി കാര്യങ്ങളൊന്നും അറിയാം. ഓ, ദേവി, ഞാൻ പോയിട്ട് വരാം. ശരി. എന്നാ ഞാൻ ഇറങ്ങട്ടെ എസ്തപ്പൻ ചേട്ടാ. ഇതെങ്ങനെ ആകട്ടെ സാറേ. അയ്യോ പോലീസ്! അയ്യോ! ഏയ്, നിൽക്കവിടെ. ഭാർഗവി, എങ്ങോട്ടാ ഓടുന്നേ? ഇങ്ങോട്ട് വാ. ഇങ്ങോട്ട് വരാൻ. സുഖാണോ ഭാർഗവി? ഒരു അതിഥി വരുമ്പോ ഒന്ന് കേറിയിരിക്കാനെങ്കിലും പറയണ്ടേ? അമ്മയാണ്, ആറ്റുകൾ ദേവിയാണ്. എനിക്കൊന്നും അറിഞ്ഞൂടാ മേഡം. എന്നെ വെറുതെ വിടണം മേഡം. ഞാൻ പാവം. അന്ന് അവിടെ വന്നതിന് ശേഷം കാക്കി കാണുന്നതിന് എനിക്ക് പേടിയാ മേഡം. എന്തിനാ പേടിക്കുന്ന ഭാർഗവി? നമ്മളൊക്കെ സ്ത്രീകളല്ലേ? സ്ത്രീകൾ പേടിക്കാൻ പാടുണ്ടോ? അയ്യോ, എന്താണ് പേടിച്ചിട്ടാ മേഡം. എങ്കി പിന്നെ ഭാർഗവിയോട് ഇനിയൊന്നും ചോദിക്കുന്നില്ല. ഭാർഗവിയുടെ മരുമോളെ വിളിക്ക. ആര്? മരുമോളില്ലേ എന്നുവെച്ചാ ദേവികയല്ല, ഗൗരി. രണ്ടുപേരും മരുമക്കളായിരുന്നല്ലോ അല്ലേ? ചെന്ന് ഗൗരിയെ വിളിച്ചോണ്ട് വാ. ചെല്ല് ഭാർഗവി. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.